പ്രേക്ഷകരെല്ലാവരും തന്നെ കൃത്യമായി കേൾക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് വിശേഷങ്ങൾ. ബിഗ് ബോസിലെ അനുമോളുടെ വിശേഷം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഓരോരുത്തരും കേൾക്കുന്നത് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അനുമോളുടെ വാർത്തകൾക്ക് വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് കാണുന്നത് എന്ന് പോലും പറയുന്നുണ്ട്. അനുമോളെ ഇഷ്ടമല്ലാത്തവരും ഇഷ്ടമുള്ളവരും ഒരുപോലെയാണ് ഇപ്പോൾ ആ വാർത്ത കേൾക്കുന്നത്. ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ അവൾ പൈസയ്ക്ക് വേണ്ടിയാണ് ബിഗ് ബോസിൽ പോയതെന്ന് അനുമോളുടെ സുഹൃത്തുക്കളും സഹോദരിയും ഒക്കെ പറയുമ്പോഴും അനുമോൾക്ക് 2 വീടും 2 കാറും ഒക്കെ ഉള്ളത് ഒന്നുമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. 16 ലക്ഷമൊക്കെ PR കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്നും അവളുടെ കയ്യിൽ ഇല്ല എന്ന് വീണ്ടും വീണ്ടും സഹോദരിമാർ എടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അതേസമയം അനുമോളുടെ സമ്പത്തടക്കം വിവരിച്ചുകൊണ്ട് പലരും വീഡിയോ ചെയ്ത് പങ്കിടുന്നുമുണ്ട്. അനുമോൾക്ക് അതൊന്നും പറ്റില്ല എന്നും അനുമോളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കി PR വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ശരിക്കും അനുമോളുടെ ആസ്തിയെക്കുറിച്ചുള്ള വാർത്തകൾ സത്യമാണോ അല്ലയോ എന്ന് തന്നെയാണ്. പലരും അനുമോളുടെ ആസ്തി അളക്കാനായി അനുമോളുടെ നെടുമങ്ങാടത്തെ വീടുകൾ പരിശോധിച്ചുകൊണ്ട് പലപ്പോഴും ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു. പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ അനുമോളുടെ പിന്നാലെ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അനുമോൾക്ക് PR വർക്കിന് കൊടുക്കാനുള്ള പൈസ അത്രമാത്രം ഒന്നും കയ്യിലില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്നാൽ അത് എത്രമാത്രം സത്യമാണെന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നത്. അനുമോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടിലാണോ കഴിയുന്നത് എന്നൊക്കെ പലരും അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. പ്രേക്ഷകരെല്ലാവരും വ്യക്തമായി ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട്. അനുമോള് ഇപ്പോഴും ബിഗ് ബോസിൽ തുടർന്നു പോകുന്നുണ്ട്. ഇങ്ങനെ തുടർന്നു പോകുന്നതെല്ലാം PR വർക്ക് കൊണ്ടാണ്. വോട്ട് നേടുന്നതും അതുകൊണ്ട് തന്നെയാണ്. PR വർക്കിന്റെ ഭാഗമായുള്ള വോട്ടാണ് അനുമോൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ അനുമോൾ ഒരിക്കലും രക്ഷപ്പെടില്ല. അനുമോൾ കൂടുതൽ പൈസ കൊടുത്തത് കൊണ്ടാണ് അനുമോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇത്തരത്തിലുള്ള പല കമന്റുകളും ഇതിനിടയിൽ തന്നെ കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും അനുമോളുടെ സമ്പത്തിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും പലരും പറയുന്നത് ഇതൊന്നുമല്ല സത്യം എന്നാണ്. പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് അനുമോൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെ നിന്ന് അനുമോളുടെ അവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട്. ഷോകൾ ചെയ്തും സീരിയൽ ചെയ്തുമൊക്കെ അനുമോൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് കൂടുതൽ സമ്പാദിക്കാനായി ബിഗ് ബോസിലേക്ക് എത്തിയതെന്നും പറയണം. ബിഗ് ബോസ് പ്രേക്ഷകർക്ക് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പല ധാരണകളാണ് ഇപ്പോൾ ഉള്ളത്. പലർക്കും പല കാര്യങ്ങൾ പറയാൻ പറ്റുന്നുമുണ്ട്. പല കാര്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം. പ്രേക്ഷകരെല്ലാവരും കൃത്യം ഏറ്റെടുക്കുന്ന വാർത്തയായി പ്രത്യേകമായി സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് വൈറലാവുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.